വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ധന്യ നിമിഷത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവിൻ്റെ തിരുവചനം കേൾക്കുവാൻ നിങ്ങൾ ഏറെ ആഗ്രഹത്തോടെ ഏറെ താല്പര്യത്തോടെ നിങ്ങളായിരിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് സന്തോഷത്തോടെ നന്ദി പറയുന്നു. ഇന്നത്തെ ശുശ്രൂഷയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, എന്നോട് നീ സംസാരിക്കണമേ. ഇന്നത്തെ വചനത്തിലൂടെ എൻ്റെ അകത്ത് അന്തരാത്മാവിൽ അകത്തെ മനുഷ്യനിൽ ഒരു വിടുതൽ എനിക്ക് നൽകണമേ. നീ എന്നെ വിശുദ്ധീകരിക്കണമേ. നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതിനായി നമുക്കൊരുങ്ങാം. യേശുവിൽ പ്രിയ ദൈവജനമേ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ധ്യാന വിഷയം മാതാപിതാക്കളുടെ പാപം, അതിൻ്റെ അനന്തരഫലം മക്കളിലേക്ക് വരുമോ എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് തിരുവചനം എന്താണ് പഠിപ്പിക്കുന്നത്? മാതാപിതാക്കൾ പാപം ചെയ്താൽ അതിൻ്റെ അനന്തരഫലം മക്കളിലേക്ക് വരുമോ? വരുവാനായിട്ടുള്ള സാധ്യതകളും സാഹചര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അത് എന്നും നിലനിൽക്കുന്നതാണോ? അല്ല, അതിനൊരു പരിഹാരമുണ്ട്. മാതാപിതാക്കൾ ചെയ്ത പാപത്തിൻ്റെ അനന്തരഫലം, ശിക്ഷ അല്ലെങ്കിൽ ആ സ്വഭാവം മക്കളിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ വരും. എന്നാൽ അതിന് പരിഹാരമില്ലേ? തീർച്ചയായും പരിഹാരമുണ്ട്. തീർച്ചയായും അതിനൊരു മരുന്നുണ്ട്. അങ്ങനെ അത് ഉള്ളപ്പോൾ തന്നെ നമ്മളിവിടെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം, മാതാപിതാക്കളുടെ പാപത്തിൻ്റെ പരിണതഫലം മക്കളിലേക്ക് വന്നാൽ അതിന് നാമായിട്ട് പരിഹാരമോ പ്രായശ്ചിത്തമോ ഒരു മറു പ്രവൃത്തിയോ ചെയ്യുന്നില്ല എങ്കിൽ അത് നാമോ നമ്മുടെ തലമുറകളോ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു, അവർ മരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ അവരുടെ പാപത്തിൻ്റെ അകൃത്യം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നു. ഇത് കുറേ മക്കൾ പറഞ്ഞതാ. അവരുടെ അനുഭവം അവർ പറയുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു. പാപം ചെയ്ത അവർ സ്വാഭാവികമായിട്ടും അവർ മരിച്ചുപോയി. ആ മരിച്ചുപോയ അവരുടെ പാപത്തിൻ്റെ അകൃത്യം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നു. പ്രിയമുള്ളവരെ, തീർച്ചയായും ഇത് സത്യമായൊരു കാര്യമാണ്. ഒരു കടബാധ്യതനായി ഒരപ്പൻ മരിച്ചാൽ 5 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. കടം വീട്ടാതെ ആ അപ്പൻ മരിച്ചാൽ ആ അപ്പൻ ഉണ്ടാക്കിയ കടം തീർച്ചയായും മക്കളുടെ കടമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൻ മരിച്ചാലും പിന്നെ ആ കുടുംബവും വീടും
അതിൻ്റെ മേൽനോട്ടവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നോക്കുന്ന അടുത്ത അധികാരിയാണ് ആ കടം വീട്ടേണ്ടത്. അപ്പം അപ്പനുണ്ടാക്കിയ കടം അപ്പന് ശേഷം അപ്പൻ വീട്ടിയില്ലെങ്കിൽ അത് വീട്ടുവാനായിട്ട് ഇത് മകന് ഉത്തരവാദിത്വമുണ്ട്. മകൻ്റെ കടമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പൂർവ്വപിതാക്കന്മാർ പാപം ചെയ്തു, അവർ മരിച്ചു പോവുകയും ചെയ്തു. അവർ ചെയ്ത പാപത്തിൻ്റെ അകൃത്യങ്ങൾ അനുഭവിക്കുന്ന അനേകം മക്കൾ, തലമുറകളെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദിനെ നോക്കുക. ദാവീദ് ഊറിയായുടെ ഭാര്യയെ വളരെ രഹസ്യമായി ആരും അറിയാതെ തൻ്റെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി അവളുമായി വ്യഭിചാര പ്രവൃത്തി ചെയ്തു. അവളെ അതിനുശേഷം പറഞ്ഞു വിട്ടു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവൾ ഗർഭിണിയാണ്. തന്നിലൂടെ താൻ അന്ന് ചെയ്ത പ്രവൃത്തിയിലൂടെ അവൾ ഗർഭിണിയാണ് എന്ന് മനസ്സിലായപ്പോൾ ഇത് തൻ്റെ മേൽ ഇതിൻ്റെ ആരോപണം വരാതിരിക്കാൻ വേണ്ടി തന്ത്രപൂർവം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ദാവീദ് ഒരു പ്രവൃത്തി ചെയ്തു. പട്ടാളത്തിലായിരുന്ന ഊറിയായെ എത്രയും വേഗം വിളിച്ചു വരുത്തി വീട്ടിലേക്ക് അവധി കൊടുത്ത്, ലീവ് കൊടുത്ത് അവനെ വിട്ട് നീ 2-3 മാസം ഭാര്യ കൊടുത്ത് ചെലവഴിക്കാൻ എന്ന് പറഞ്ഞു. അവൻ അതിനൊന്നും സമ്മതിച്ചില്ല. ലീവൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അവിടെ യുദ്ധം നടക്കുകയാണ്, എനിക്ക് യുദ്ധക്കളത്തിലോട്ട് പോകണമെന്ന നിർബന്ധത്താൽ അവൻ പോകാൻ ശ്രമിച്ചു. പക്ഷേ തൻ്റെ ആഗ്രഹം നടക്കുന്നില്ല എന്ന് കണ്ട ദാവീദ് യുദ്ധക്കളത്തിൽ വെച്ച് അവനെ കൊന്നുകളയുവാൻ വേണ്ടി മറ്റ് പട്ടാള മേലാളന്മാരോട് പറഞ്ഞു. അങ്ങനെ ഇൻഡയറക്റ്റായിട്ട് ഇതാ ഊറിയായെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 പാപം ഈ ദാവീദ് ചെയ്യുകയാണ്. ഒന്ന്, ഊറിയായുടെ ഭാര്യയുമായി വ്യഭിചാര പ്രവൃത്തി ചെയ്യുന്നു. അതിനുശേഷം ഊറിയായെ തന്നെ കൊന്നുകളയുന്നു. ഇത് വളരെ ഗൗരവകരമായ ഒരു പാപമായിട്ട് നിലനിൽക്കെ, പ്രിയമുള്ളവരെ, ഇത് വളരെ രഹസ്യമായിട്ടാണ് ഈ പ്രവൃത്തി 2ഉം അവൻ ചെയ്തത്. ദൈവത്തിനറിയാം, അവനും അറിയാം. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ ദാവീദ് ചെയ്ത ഈ പാപത്തിൻ്റെ പരിണത ഫലം, വലിയ ശിക്ഷ അവൻ്റെ കുടുംബത്തിലേക്ക് തന്നെ കടന്നു വന്നു. 2 സാമുവേൽ 12-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചനം, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവമുണ്ടാക്കും. നിന്റെ കൺമുൻപിൽ വെച്ച് ഞാൻ നിന്റെ ഭാര്യമാരെ അന്യന് കൊടുക്കും. പട്ടാപ്പകൽ അവർ അവരോടൊത്ത് ശയിക്കും. നീ ഇത് രഹസ്യമായി ചെയ്തു. ഞാനിത് ഇസ്രായേലിൻ്റെ മുഴുവൻ മുൻപിൽ വെച്ച് പട്ടാപ്പകൽ ചെയ്യിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം നീ രഹസ്യമായി ചെയ്തു, എന്നാൽ ഇതിൻ്റെ അനന്തരഫലം പരസ്യമാകും. നിന്റെ കുടുംബത്തിൽ തന്നെ അതിൻ്റെ ശിക്ഷയുണ്ടാകും. നിന്റെ ഭാര്യമാർ മറ്റുള്ളവരോടൊപ്പം കിടക്കുന്ന കാഴ്ച നീ കാണേണ്ടി വരും. നാളുകൾ കഴിഞ്ഞു. ദാവീദിന് മക്കൾ പലരുണ്ടായി. മക്കളും യൗവനപ്രായം കഴിഞ്ഞു വളർന്നു വന്നു. എന്താണ് സംഭവിച്ചത്? സ്വന്തം കുടുംബത്തിൽ തന്നെ ആങ്ങളമാർ സ്വന്തം സഹോദരിമാരെ ഇതാ ഈ പാപം ചെയ്യുകയാണ്. സഹോദരിമാരുമൊത്ത് വ്യഭിചാരം ചെയ്യുന്ന പ്രവൃത്തി നിർബന്ധിച്ച് സ്വന്തം സഹോദരിയെ ഇതാ സഹോദരങ്ങൾ ബലം പ്രയോഗിച്ച് പാപം ചെയ്യിപ്പിക്കുന്നു. മാത്രവുമല്ല, ദാവീദിന് പല ഭാര്യമാരുണ്ട്. പല ഭാര്യമാരിൽ ചില ഭാര്യമാരെ ഈ മക്കൾ തന്നെ, ദാവീദിൻ്റെ മക്കൾ തന്നെ
ഭാര്യമാരുമായിട്ട് ഇത് കിടപ്പറ പങ്കിടുന്ന ഒരവസ്ഥ. പാപം ചെയ്യാൻ വേണ്ടി മാത്രം മട്ടുപ്പാവിൽ മുകളിൽ പ്രത്യേകമായ മുറി പണിത് അങ്ങനെ അപ്പൻ്റെ ഭാര്യമാരുമായൊത്ത് ശയിക്കുന്ന മക്കളെ നമുക്ക് ഈ 2 സാമുവേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ രഹസ്യമായി ചെയ്തു, അപ്പൻ രഹസ്യമായി ചെയ്ത പാപം ഇതാ മക്കൾ വളർന്നു വന്നപ്പോൾ മക്കൾ പരസ്യമായിട്ട് ചെയ്യുകയാണ്. സ്വന്തം കുടുംബത്തിൽ തന്നെ സഹോദരിമാരുമായും അമ്മയുമായിട്ട് പോലും ഈ പാപം ചെയ്യുന്നു. അങ്ങനെ ചെയ്തപ്പോൾ നാട്ടുകാരറിഞ്ഞു, അത് പരസ്യമായി. അപ്പോൾ ആത്മീയ വ്യക്തികൾക്ക് മനസ്സിലാകും ഇതിൻ്റെ റൂട്ട് ക്രോസ് എവിടുന്ന ആരംഭിച്ചത് എന്ന്. അപ്പൻ രഹസ്യമായി ചെയ്ത പാപം അടുത്ത തലമുറ നാളുകൾ കഴിഞ്ഞപ്പോൾ പരസ്യമായി ചെയ്യുകയാണ്. അപ്പൻ വ്യഭിചാരം ചെയ്തു, മക്കളും വ്യഭിചാരം ചെയ്യുന്നു. അപ്പൻ കൊലപാതകം ചെയ്തു, ഇതാ മക്കൾ സ്വന്തം കുടുംബത്തിൽ ഇതാ സ്വന്തം സഹോദരിയെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച പാപം ചെയ്ത സഹോദരനെ മറ്റൊരു സഹോദരൻ ഇതാ കൊന്നുകളയുകയാണ്. ഒരു സഹോദരൻ ഒരു സഹോദരനെ, ഒരു മകൻ ഒരു മകനെ കൊന്നുകളയുന്നു. അപ്പൻ ചെയ്ത പാപം കൊലപാതകം സ്വന്തം കുടുംബത്തിൽ സഹോദരങ്ങൾ ആവർത്തിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു. ആ പാപം ചെയ്ത അവരുടെ പാപത്തിൻ്റെ അകൃത്യം ഇന്ന് മക്കൾ അനുഭവിക്കുന്നു. മക്കളിലേക്കും ഇതാ അത് കടന്നു വരികയാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ രഹസ്യ പാപങ്ങളായിക്കോട്ടെ, ലൈംഗിക പാപം, ജഡിക താല്പര്യങ്ങൾ, ജഡിക ആസക്തി, സെക്സ് കാണണം, നഗ്നചിത്രങ്ങൾ കാണണം, അശുദ്ധമായത് കാണണം എന്നുള്ള നിങ്ങളുടെ അശുദ്ധിയും ആഗ്രഹങ്ങളും പ്രവൃത്തികളും, നിങ്ങളങ്ങനെ കാണുന്ന സ്വഭാവവും പ്രകൃതവും, അവിഹിത ബന്ധങ്ങൾ, അവിഹിത പാപങ്ങൾ, ഇതൊക്കെ ആരും അറിയുന്നില്ലായിരിക്കാം. ആരെയും കാണിക്കാതെ രഹസ്യമായി നിങ്ങൾക്കത് ചെയ്യുവാനും തുടരുവാനും നിങ്ങൾക്ക് സാധിച്ചെന്നിരിക്കും. എന്നാൽ അടുത്ത തലമുറയിൽ അത് പ്രത്യക്ഷത്തിൽ വരും, അത് വെളിപ്പെടും. നിങ്ങളായി ചെയ്ത് ആരും അറിഞ്ഞില്ലായിരിക്കാം, എന്നാൽ മക്കളായിട്ട് ചെയ്യുമ്പോൾ 10 പേരറിയും, നാട്ടുകാരറിയും, അവൻ്റെ വിശേഷം അറിയും. ഈ മകൻ്റെ അപ്പൻ ആരാന്ന് നാട്ടുകാരറിയും. ഇവൻ ഈ സ്വഭാവം ഉണ്ടെങ്കിൽ ഇത് എവിടെ നിന്നാണ് വരാൻ സാധ്യത എന്ന് ആത്മീയ വ്യക്തികൾക്ക് മനസ്സിലാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ നിന്ന് പിന്തിരിയുക. ഏത് പാപമായിക്കോട്ടെ, ഏത് അശുദ്ധമായ വഴിപിഴച്ച ബന്ധങ്ങളായിക്കോട്ടെ, കാഴ്ചകളും പ്രവൃത്തികളുമായിക്കോട്ടെ, ജഡികമോ ലൈംഗികമോ അല്ലാത്തതും ആയിക്കോട്ടെ, നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പാപത്തിൽ നിന്ന്, ഈ അശുദ്ധിയിൽ നിന്ന്, ഈ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ മക്കളിലേക്ക് പോകുവാൻ ഏറെ സാധ്യതയുണ്ട്. അത് നാട്ടുകാരറിയും, പരസ്യമാകും. നിന്റെ തലമുറ, നിന്റെ കുടുംബത്തിന് തന്നെ പേരുദോഷമുണ്ടാകും. തലമുറകളിലേക്ക് ശിക്ഷ കടന്നു വരുവാൻ ഏറെ സാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കരുത് മാതാപിതാക്കൾ, എൻ്റെ യേശുവേ എന്നെ ഇതിൽ നിന്ന് വിട്ടുവയ്ക്കണമേ എന്ന്. വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇന്നുകൊണ്ട് ഈ പാപത്തെ നിർത്തണം. അവിടെയും ഇവിടെ ഓടി നടന്നിട്ട് കാര്യമില്ല. ഈ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ എത്ര നാൾ മുന്നോട്ട് പോകും? ഇത് നിന്നെയും കൊല്ലും, നിന്റെ മക്കളെയും കൊല്ലും, നിന്നെയും തകർക്കും, നിങ്ങളുടെ തലമുറകളെയും തകർക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 16 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുകയാണ്: വ്യഭിചാരിയുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല.
വ്യഭിചാരിയുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല. വ്യഭിചാരം ചെയ്ത് നടക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, വ്യഭിചാര പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരുടെ മക്കൾ ഒരിക്കലും പക്വത പ്രാപിക്കുകയില്ല. എവിടെ ചെന്നാലും പരാജയങ്ങൾ മാത്രം. അവൻ്റെ സ്വഭാവം സമനില തെറ്റിയതായിരിക്കും. അവൻ്റെ മാനസിക വളർച്ച അവന് കാണുകയില്ല. പക്വതയില്ലാത്തവനായിരിക്കും. ക്രമം വെട്ട പ്രവൃത്തികളായിരിക്കും അവൻ്റേത്. അതുകൊണ്ട് നിങ്ങൾ വ്യഭിചാര പ്രവൃത്തിയിൽ നിന്ന്, അവിഹിത ബന്ധത്തിൽ നിന്ന്, സ്വയംഭോഗ ആസക്തിയിൽ നിന്ന്, സ്വവർഗഭോഗത്തിൽ നിന്ന്, ഫോണോഗ്രാഫി, അശുദ്ധ സിനിമകൾ കാണുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ വിടുതൽ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ചെറുപ്പക്കാരായ യുവതി യുവാക്കന്മാരുണ്ടെങ്കിൽ തെറ്റായ പ്രേമബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, തെറ്റായ ഇടപെടലുകൾ, തെറ്റായ വിവാഹത്തിന് മുൻപുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങളുടെ തലമുറകൾക്ക് അതിൻ്റെതായ വൈകല്യങ്ങൾ ഉണ്ടാകും. വൈകല്യം എന്ന് പറഞ്ഞാൽ അശുദ്ധമായ പാപങ്ങൾ, സ്വഭാവങ്ങൾ നിങ്ങളുടെ മക്കളിലേക്ക് വന്നിരിക്കും. പക്വത പ്രാപിക്കുകയില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: അനീതി ഉഴുത് തിന്മ വിതയ്ക്കുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും, അതു തന്നെ കൊയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് അനീതിയുടെ പ്രവൃത്തികൾ, തട്ടിപ്പ്, വെട്ടിപ്പ്, എപ്പോഴും കള്ളം, കള്ളത്തരങ്ങൾ, ആരെ എങ്ങനെ ചതിക്കാം, വഞ്ചിക്കാം, പറ്റിക്കാം, എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് വലിയവനാകാൻ പറ്റും, വാ തുറന്ന നുണ പറയുക, കള്ളത്തരം കാണിക്കുക, എനിക്കുണ്ടാക്കണം എന്നുള്ള ഈ പ്രവർത്തികളൊക്കെ നീ ചെയ്യുമ്പോൾ, നീ അത് വിതയ്ക്കുമ്പോൾ, നീ അതിൻ്റെ തന്നെ പരിണത ഫലം, അനന്തരഫലം നിങ്ങൾ അനുഭവിക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഗലാത്യക്കാർക്ക് ലേഖനം, പൗലോസ്ലീഹ ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നമ്മളെന്താ, തേങ്ങ വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഉണ്ടാകും, വാഴ വെച്ചാൽ വാഴപ്പഴം നമുക്ക് കിട്ടും, നെല്ല് വിതച്ചാൽ നെല്ല് നമുക്ക് കൊയ്യുവാൻ സാധിക്കും, ഗോതമ്പാണ് വിതയ്ക്കുന്നതെങ്കിൽ ഗോതമ്പ് കൊയ്യുവാൻ നമുക്ക് സാധിക്കും. വിത്ത് എന്താണോ അതായിരിക്കും ഫലമായിട്ട് വരുന്നത്. വിതയ്ക്കുന്നത് തന്നെ നിങ്ങൾ കൊയ്യും. തെങ്ങ് വെച്ചിട്ട് മാങ്ങ വേണമെന്ന് പറഞ്ഞാൽ കിട്ടുകയില്ല. പാളയംകോടൻ്റെ പഴം വെച്ചിട്ട് ഏത്തപ്പഴം വേണമെന്ന് എന്തിയേര് പ്രാർത്ഥിച്ചാലും ഉപവാസം എടുത്താലും നമുക്കത് കിട്ടുകയില്ല. വിതച്ചതുപോലെ മാത്രമേ കൊയ്യാൻ പറ്റൂ. വിത്ത് പോലെയായിരിക്കും ഫലവും. വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇന്ന് നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അതായിരിക്കും, അതിൻ്റെ ഫലമായിരിക്കും നാളെ കൊയ്യുന്നത്. ഇന്ന് വിതച്ചെങ്കിലേ നാളെ കൊയ്യുവാൻ പറ്റുകയുള്ളൂ. വരും കാലങ്ങളിൽ കൊയ്യുവാൻ നമുക്ക് സാധിക്കൂ. അപ്പം ഇന്നത്തെ നിങ്ങളുടെ വിത എന്താ വിതയ്ക്കുക? നിങ്ങളുടെ സ്വഭാവങ്ങൾ. നമ്മളുടെ സ്വഭാവങ്ങൾ എന്താണോ നമ്മളിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്, വായിലൂടെ, നോട്ടത്തിലൂടെ, സംസാരത്തിലൂടെ, കേൾവിയിലൂടെ, മനോഭാവത്തിലൂടെ, പ്രവൃത്തിയിലൂടെ, ഇതാണ് വിത. ഈ വിതയ്ക്കുന്നതിൻ്റെ അനന്തരഫലം, അതിനനുസരിച്ചുള്ള ഫലം മാത്രമേ കൊയ്യുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നിങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം നാളെ തീർച്ചയായും നമുക്ക് ലഭിച്ചിരിക്കും. അതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക, നമ്മുടെ മക്കളിലായിരിക്കാം. അതുകൊണ്ട് നാളെ അനുഗ്രഹം കൊയ്യണമെങ്കിൽ, നാളെ നല്ല നാളെയെ കൊയ്യണമെങ്കിൽ, അനുഗ്രഹവും അഭിഷേകവും കൊയ്യണമെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള വിത്തുകൾ വിതയ്ക്കേണ്ടത് ആവശ്യമാണ്. ചീത്തയായ വിത്ത് വിതച്ചിട്ട് നാളെ നല്ലത് വേണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്കൊരിക്കലും കിട്ടുകയില്ല. ആഗ്രഹിച്ചാലും കിട്ടുകയില്ല, പ്രാർത്ഥിച്ചാലും കിട്ടുകയില്ല. അതുകൊണ്ട് നാളെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ,
അനുഗ്രഹത്തിന് ചേർന്നൊരു ജീവിതം ഇന്ന് നമ്മൾ ചെയ്യണം. അങ്ങനൊരു ജീവിതം നമ്മൾ നയിക്കണം. ഹല്ലേലൂയ. യേശു ഒരു തോട്ടക്കാരൻ്റെ ഉപമ പറയുന്നുണ്ട്. തോട്ടക്കാരൻ യജമാനൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അപ്പോൾ വിളവെടുപ്പിന് സമയമായി. യജമാനൻ വന്ന് നോക്കിയിട്ട് അത് ഒരു ഫലവും കാണുന്നില്ല. അപ്പോൾ യജമാനൻ വേലക്കാരനോട് പറഞ്ഞു, നീ അതെല്ലാം വെട്ടിക്കളയുക, ഒരു ഫലവും കാണുന്നില്ല, അതിനെ വെട്ടിക്കളയുക. അപ്പോൾ വേലക്കാരൻ ഇതാ യജമാനനോട് പറയുന്നുണ്ട്, പ്രഭോ, യജമാനനെ, 1 വർഷം കൂടി അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിട്ട് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ, പ്രിയമുള്ളവരെ, നല്ല ഫലങ്ങൾ നമ്മിൽ വെളിപ്പെടണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ അതിൻ്റെ ചുവട് കിളയ്ക്കണം. ചുവട്ടിലാണ് മരുന്ന് കൊടുക്കേണ്ടത്, ചുവട്ടിലാണ് വളമിടേണ്ടത്, ചുവടാണ് വളം വലിച്ചെടുക്കുന്നത്, വെള്ളം വലിച്ചെടുക്കുന്നത് ചുവട. അപ്പം ചുവട്ടിൽ വളം ചെല്ലണം. ചുവട് കിളച്ച് ചുവട്ടിൽ വളം കൊടുത്താൽ ഒരുപക്ഷെ അതിന് നല്ല ഫലം കായ്ക്കും. ഏതാണ് ചുവട്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചുവട് എന്ന് പറയുന്നത് നമ്മളാണ് ചുവട്. ഈ ചുവട്ടിൽ നിന്നാണ് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായത്. കുഞ്ഞുങ്ങളുടെ കാരണക്കാരൻ നമ്മളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്നാണ് ഉണ്ടായത്. അപ്പം അവരുടെ ചുവട് എന്ന് പറയുന്നത് നമ്മളാണ്. നമ്മുടെ ചുവട്ടിൽ കണ്ടോ, നമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നമ്മുടെ അകത്ത്, നമ്മുടെ അകമനുഷ്യൻ, നമ്മുടെ അന്തരാത്മാവിൽ അവിടെ കിളച്ച് നല്ല വളങ്ങളിട്ടാൽ, പ്രിയമുള്ളവരെ, ഒരു പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഏറെ കാരണമായി അത് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ തലമുറകളുടെ ഓരോ ദുസ്വഭാവങ്ങൾ, ദുശീലങ്ങൾ, തഴക്കദോഷങ്ങൾ, ചിലരുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ മാതാപിതാക്കൾ കരയുന്ന മാതാപിതാക്കളാണ്, വേദനിക്കുക, കുഞ്ഞുങ്ങളെയൊക്കെ ശപിക്കുന്ന മാതാപിതാക്കളുണ്ട്. കാരണം അവരെ ഓർത്ത് ടെൻഷൻ അടിക്കുക. ഏതെല്ലാം സ്വഭാവങ്ങളാണ് കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് വരുന്നത്. ഇതൊക്കെ ഒരു പരിധിവരെ നമ്മളിൽ നിന്ന് അവർക്ക് ലഭിച്ചതാണ്. ഇത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ചുവട് കിളയ്ക്കണം. ചുവട്ടിൽ വളം ചെല്ലണം. അവരുടെ ചുവട് നമ്മളാ. നമ്മളിൽ ഒരു മാറ്റമുണ്ടായാൽ, ഒരു വ്യത്യാസമുണ്ടായാൽ, പാപത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന് ഒരു വിടുതൽ നമ്മൾ പ്രാപിച്ചാൽ, ഒരു വിശുദ്ധ ജീവിതത്തിന് നിങ്ങൾ തറക്കല്ലിട്ടാൽ, ഒരു വിശുദ്ധിയിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, വചനത്തിലേക്ക്, അഭിഷേകത്തിലേക്ക്, കൂദാശകളിലേക്ക്, കുടുംബ പ്രാർത്ഥനയിലേക്ക്, ബൈബിൾ പഠനത്തിലോട്ട് ഒക്കെ നിങ്ങൾ കടന്നു വരുന്നതാണ് വളമിടിയിൽ. ഇങ്ങനെ വളമിട്ടാൽ നിങ്ങളുടെ തലമുറ ഫലം പുറപ്പെടുവിക്കും. തലമുറ അനുഗ്രഹിക്കപ്പെടും. ഈ അഭിഷേകം നമ്മളിലേക്ക് ഉണ്ടാകണം. വചനം കേട്ടുകൊണ്ട് മാത്രം കാര്യമില്ല, വചനം അപ്ലൈ ചെയ്യണം, വചനം സ്വീകരിക്കണം, വ്യത്യാസം വരുത്തണം, ഉറച്ച ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. പ്രാർത്ഥിച്ചുകൊടുന്നാൽ പോരാ, ഞാനായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കണം. പാപത്തിൻ്റെ വഴി ഉപേക്ഷിക്കണം. ഇതുവരെ പോയ വഴിയെ പോകരുത്. ഒരു പുതിയ വഴിയെ നമ്മൾ പോകാൻ തീരുമാനമെടുക്കണം. പാപസുഖങ്ങളെ വേണ്ട എന്ന് വെക്കണം. എന്നതിനു വേണ്ടി, തലമുറകൾക്ക് വേണ്ടി. എൻ്റെ അശുദ്ധമായ വഴികൾ, അശുദ്ധമായ ബന്ധങ്ങൾ, അശുദ്ധമായ കാഴ്ചകൾ, കാഴ്ചപ്പാടുകൾ വേണ്ട എന്ന് തീരുമാനമെടുക്കണം. ഇല്ലെങ്കിൽ ദാവീദിൽ സംഭവിച്ചത് നമ്മളിൽ സംഭവിക്കും. ദാവീദിൻ്റെ കുടുംബത്തിൽ സംഭവിച്ചത് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കും. അമ്മ ഇറങ്ങിപ്പോയവളാണെങ്കിൽ മക്കളും തീർച്ചയായും ഇറങ്ങിപ്പോകും. അമ്മ വഴിപിഴച്ചവളാണെങ്കിൽ മക്കളും വഴിപിഴച്ചവരായി മാറാൻ ഏറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇനിയും മാറ്റം വരുത്താനുണ്ട്. നീ അവർക്ക് എനിക്ക് കാണിച്ചു തരണമേ. പൂർണ്ണമായി വിടുതൽ പ്രാപിക്കാൻ നീ എന്നെ സഹായിക്കണമേ. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം ഇനി നടക്കട്ടെ. എൻ്റെ സുഖങ്ങളെ, ചെട്ടിയ താല്പര്യങ്ങളെ വെറുത്തുപേക്ഷിക്കുവാൻ പ്ലീസ് ഹെൽപ്പ് മീ. ബ്ലെസ് മീ ജീസസ്. കരഞ്ഞ് യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം.
എല്ലാ മക്കളും കണ്ണുകളെ അടച്ച്, എൻ്റെ യേശുവേ, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ ഇതാ എന്നെ തന്നെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. ആരും അറിയാത്ത പല പാപങ്ങളും, രഹസ്യ പാപങ്ങളും, ജഡീക താല്പര്യങ്ങൾ കർത്താവേ എന്നിലുണ്ട്. അതിൽ നിന്ന് എനിക്കൊരു വിടുതൽ തരണമേ. ഞാനിതിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എങ്കിൽ, ഇതിനൊരു വിടുതൽ എനിക്ക് കിട്ടുന്നില്ല എങ്കിൽ എൻ്റെ തലമുറയിലേക്ക് അത് കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. യേശുവേ, നീ എന്നെ സുഖപ്പെടുത്തണമേ. വിടുതൽ ആഗ്രഹിക്കുന്ന ഓരോ മക്കളും ഇരു കഴങ്ങളത്തെ ശക്തമായി സ്തുതിച്ച ഒരൊറ്റ വിളി, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓടിക്കട്ടെ, 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 ഓടിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബത്തിൻ്റെ മേലുള്ള എല്ലാ ശാപങ്ങളും വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാരമ്പര്യ ശാപങ്ങളിൽ നിന്ന്, പാരമ്പര്യ ശിക്ഷകളിൽ നിന്ന് ഇവരെ വിട്ടുതല പ്രാപിക്കട്ടെ. ഇവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കൊച്ചുമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, ഈ ശബ്ദം കേൾക്കുന്ന വ്യക്തികളിലുള്ള എല്ലാ പാപത്തിൽ നിന്നും, എല്ലാ ദുശീലങ്ങളിൽ നിന്നും, എല്ലാ തടക്ക ദോഷങ്ങളിൽ നിന്നും, അശുദ്ധ ബന്ധങ്ങളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സക്രിയ 9:8, യോബ് 10 മുദ്രയിട്ട് കോട്ട കെട്ടി പ്രാർത്ഥിക്കുന്നു. ഹെബ്രായർ 9:14, 1 യോഹന്നാൻ 7 വിട്ടുതലുണ്ടാകട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ഇവരുടെ ചിന്തകൾ, ചിന്താമണ്ഡലങ്ങൾ, മനസ്സിന് തലങ്ങൾ, എല്ലാ വൈകാരിക ആന്തരിക തലങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. പാപത്തിൻ്റെ അശുദ്ധിയുടെ എല്ലാ മേഖലകളിൽ നിന്നും നിന്റെ ജനം വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ചുവട് കിളച്ച് അവിടെ വളമുണ്ടാകട്ടെ. യേശുവിൻ്റെ അഭിഷേകം ഇവിടെ റൂട്ട് ക്രോസിലേക്ക്, എല്ലാ അശുദ്ധിയുടെ റൂട്ട് ക്രോസിലേക്ക് കടന്നു വരട്ടെ. വിടുതലുണ്ടാകട്ടെ. വേരോടെ പിഴുതെറിയപ്പെടട്ടെ. എല്ലാ അശുദ്ധമായ പാപങ്ങളുടെ വേരുകളും കരിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, യുവജനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ അശുദ്ധിയും അവർ വിടുതൽ പ്രാപിക്കട്ടെ. കെട്ടുപാടുകൾ പൊട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉന്നതത്തിലുള്ള ശക്തി ഈ സമൂഹത്തിന് മേൽ, കുടുംബങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ, മക്കളുടെ മേൽ, ദമ്പതികളുടെ മേൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 10,000 ലക്ഷങ്ങളിലേക്ക് സ്തുതിക്കുന്നു, പ്രാർത്ഥനയായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണ കേൾക്കണമേ. ആമേൻ, ആമേൻ. ധൈര്യമായിരിക്കുക. ശാപമുണ്ടെങ്കിൽ അനുഗ്രഹമുണ്ട്, വിട്ടുതലുണ്ട്. യേശുവിൽ. God bless you. ആമേൻ.